നമസ്കാരം. അച്ചടക്കത്തിന്റെ അട്ടിപ്പേറവകാശം പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തട്ടകമായ കണ്ണൂരിൽ ഇപ്പോൾ സമാനതകളില്ലാത്ത സൈബർ ആഭ്യന്തര യുദ്ധമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ കണ്ണൂർ ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും വലിയ വീഴ്ചകൾ പറ്റിയെന്ന് അണികൾ തന്നെ പരസ്യമായി വിളിച്ചു പറയാൻ തുടങ്ങിയതോടെയാണ് ഈ പുതിയ സൈബർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം മറ്റാരുമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനും നിലവിലെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ കെ രാഗേഷ് ആണ്. ഫേസ്ബുക്ക് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ പാർട്ടിയുടെ ഔദ്യോഗിക സൈബർ പോരാളികൾ തന്നെ ഇപ്പോൾ ജില്ലാ സെക്രട്ടറിക്കെതിരെ കടുത്ത ഭാഷയിൽ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഒരു വിഭാഗം സൈബർ ഗ്രൂപ്പുകൾ രാഗേഷിനെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുമ്പോൾ രാഗേഷിനെ പ്രതിരോധിക്കാൻ ജില്ലയിലെ മുതിർന്ന നേതാക്കൾക്ക് ക്യാമ്പയിനുകളുമായി രംഗത്തിറങ്ങേണ്ടി വരികയാണ്. എന്നാൽ ഈ മുതിർന്ന നേതാക്കൾ ഇടുന്ന പിന്തുണാ പോസ്റ്റുകൾക്ക് താഴെയും അണികൾ വന്ന് നേതാക്കളെ ചീത്ത വിളിക്കുകയും ചെളിവാരി എറിയുകയുമാണ് ചെയ്യുന്നത്. കോട്ട തകർന്നതോടെ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് രാഷ്ട്രീയവും ചേരിപ്പോരും ഇപ്പോൾ പരസ്യമായാണ്. ഈ സൈബർ യുദ്ധത്തിൽ അണികൾ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ കേൾക്കണം. കെ രാഗേഷിനെതിരെ പാർട്ടിയുടെ പ്രഖ്യാപിത സൈബർ പോരാളികൾ ഫേസ്ബുക്കിൽ എഴുതുന്നത് നേതാക്കളുടെ പെട്ടി തൂക്കി വന്ന അമൂൽ ബേബി എന്നാണ്. ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആകാൻ പോലും യോഗ്യതയില്ലാത്ത ആളുകളെയാണ് മുകളിൽ നിന്ന് കെട്ടിയിറക്കി കണ്ണൂരിന്റെ ജില്ലാ സെക്രട്ടറി ആക്കിയത് എന്നാണ് അണികളുടെ കടുത്ത ആക്ഷേപം. പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഉൾപ്പെടെ പാർട്ടി നേരിട്ട കനത്ത പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കെ രാഗേഷിനും സംസ്ഥാന നേതൃത്വത്തിനുമാണെന്ന് താഴെത്തട്ടിലുള്ള ഏരിയ കമ്മിറ്റി യോഗങ്ങളിൽ വരെ വിമർശനം ഉയർന്നു കഴിഞ്ഞു. തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടില്ലെങ്കിൽ പാർട്ടിയുടെ അന്ത്യം കാണും എന്നുവരെ അണികൾ വിളിച്ചു പറഞ്ഞു. അടുത്തിടെ അന്തരിച്ച പി.കെ. കുഞ്ഞനന്ദന്റെ ചരമവാർഷികത്തിൽ കെ രാഗേഷ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ അണികൾ വന്ന് രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. എന്റെ തല, എന്റെ ഫോട്ടോ, അതിലപ്പുറം ആരും കാണരുത് എന്ന നേതാക്കളുടെ ഈ ഒരു ധാർഷ്ട്യമാണ് പാർട്ടിയെ തകർത്തതെന്ന് അണികൾ കമന്റുകളിലൂടെ വിളിച്ചു പറയുന്നു. രാഗേഷിനെതിരെ ആക്രമണം പരിധി വിട്ടതോടെ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി മട്ടന്നൂർ എംഎൽഎയുമായ വി.കെ. സനോജ് അടക്കമുള്ളവർ പ്രതിരോധവുമായി വന്നെങ്കിലും അണികളുടെ അമർഷം തണുപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ സൈബർ കലാപത്തിന്റെ മറുവശം പരിശോധിച്ചാൽ അതൊരു കാലത്ത് കണ്ണൂരിലെ പാർട്ടിയുടെ മുഖമായിരുന്ന പി ജയരാജന് വേണ്ടിയുള്ള വലിയൊരു മുറവിളിയായി മാറിയിരിക്കുകയാണ്. സീനിയോറിറ്റി ഉണ്ടായിട്ടും ഇത്തവണയും പി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താതെ പിണറായി വിജയനും സംഘവും തഴഞ്ഞതാണ് അണികളെ വല്ലാതെ ചൊടിപ്പിച്ചത്. ഫേസ്ബുക്ക് പേജിലൂടെയും അണികളുടെ വ്യക്തിഗത അക്കൗണ്ടുകളിലൂടെയും പി.ജെയ്ക്ക് വേണ്ടി വലിയ ക്യാമ്പയിനാണ് നടക്കുന്നത്. സ്ഥാനമാനങ്ങളിലല്ല, ജനഹൃദയങ്ങളിലാണ് സ്ഥാനം. മൂർച്ചയുള്ള വടിവാളുകൾ തോറ്റു പിന്മാറിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു പേരേ ഉള്ളൂ, സഖാവ് പി.ജെ എന്നൊക്കെയാണ് അണികൾ കുറിക്കുന്നത്. പി ജയരാജന്റെ മകൻ ജെയിൻ പി രാജ് ഇട്ട പോസ്റ്റും അതിന് താഴെ വന്ന കമന്റുകളും വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു. മകനോട് പാർട്ടി സൈബർ സഖാക്കൾ വന്ന് ചോദിച്ചത് അച്ഛനെ ഒരു വഴിക്കാക്കരുതെന്നാണ്. അതിന് ജെയിൻ നൽകിയ മറുപടിയിൽ നിന്നും വ്യക്തമാണ് പാർട്ടിക്കുള്ളിലെ പരമാധികാര ധാർഷ്ട്യത്തോട് അണികളുടെ കുടുംബങ്ങൾ പോലും കലഹിച്ചു തുടങ്ങി എന്ന്. പണ്ട് വ്യക്തിപൂജയുടെ പേര് പറഞ്ഞ് പി ജയരാജനെ വെട്ടിമാറ്റിയ പിണറായി വിജയനോടുള്ള അണികളുടെ അടക്കാനാവാത്ത പ്രതികാരമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയിലൂടെ പുറത്തു വരുന്നത്. ഇവിടെയാണ് നമ്മൾ പാർട്ടിയുടെ യഥാർത്ഥ അപജയം മനസ്സിലാക്കേണ്ടത്. സംസ്ഥാന നേതൃത്വം താഴെത്തട്ടിലുള്ള നേതാക്കളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തും തുറന്നു പറയാം, തെറ്റുതിരുത്തൽ ചർച്ചകൾ നടത്താമെന്ന്. എന്നാൽ അണികൾ തങ്ങളുടെ അമർഷവും സത്യവും ഒക്കെ തുറന്നു പറഞ്ഞിട്ടിപ്പോൾ എന്താണ് സംഭവിച്ചത്? മുതിർന്ന നേതാക്കൾ അടക്കം ഇടപെട്ട് അണികളുടെ വായടപ്പിക്കാനും അവരുടെ പേരിൽ നടപടിയെടുക്കാനുമാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തോൽവി അവലോകനം ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന്. പക്ഷേ ഇവിടെ നമ്മൾ ചോദിക്കേണ്ടത്, കണ്ണിൽ കാണാത്ത ഏതോ ഒരു ശക്തിയുടെ മേൽ എല്ലാ പരാജയങ്ങളും എടുത്തുവെച്ച് തെറ്റുപറ്റിയെന്ന് പറയുന്നതല്ലാതെ ആ ഒരു തെറ്റിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയുടെ പേര് പോലും പറയാൻ ഇവർ തയ്യാറാകുന്നില്ല. ഒരു തെറ്റുപറ്റിയാൽ അതിനൊരു ഉത്തരവാദി വേണമല്ലോ. അതൊന്നെങ്കിൽ പിണറായി വിജയൻ ആയിരിക്കണം, അല്ലെങ്കിൽ എം.വി. ഗോവിന്ദൻ ആയിരിക്കണം, അതുമല്ലെങ്കിൽ കെ രാഗേഷ് ആയിരിക്കണം. ആ ഒരു യഥാർത്ഥ ഉത്തരവാദിയെ സംരക്ഷിച്ചു നിർത്തി അവരുടെ പേര് ഒളിപ്പിച്ചു വെക്കുന്ന കാലത്തോളം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് തെറ്റുതിരുത്തുക? വെറുമൊരു കൺകെട്ട് വിദ്യയിലൂടെ അണികളുടെ കണ്ണ് കെട്ടാമെന്ന് വിചാരിച്ചാൽ കണ്ണൂരിലെ മണ്ണിനി അതിന് സമ്മതിക്കില്ല എന്ന് വ്യക്തമാവുകയാണ്. കാരണക്കാരായ പിണറായി വിജയനെയും ഗോവിന്ദനെയും സംരക്ഷിച്ചു നിർത്തി കാണാത്ത ഏതോ ശക്തിയുടെ പുറത്ത് കുറ്റം കെട്ടിവെച്ചാൽ ഈ പാർട്ടി ഒരിക്കലും രക്ഷപ്പെടാനായി പോകുന്നില്ല.